ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള 2 ട്രൈപോഡുകൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു ട്രൈപോഡ് മതി, ബട്ട് എന്നാൽ പോലും എന്താണ് വ്യത്യാസം എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടും കാണാനും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു. പക്ഷേ അതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് ഒരു ട്രൈപോഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 കുറവാണ്, അതായത് 196 രൂപയാണ് ഈ ഒരു ട്രൈപോഡിന് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. ഒരു കൈ മാത്രമേ ഉള്ളൂ. മെയിനായിട്ടുള്ള റീസൺ ഇതാണ്. വീഡിയോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരും വീഡിയോ എടുത്ത് തരാനില്ല. ഇപ്പോൾ ഒരു കൈ ഞാൻ ഫോണും പിടിക്കുന്നു, ഒരു കൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു ട്രൈപോഡാണ് കേട്ടോ, എനിക്കിഷ്ടമായി. അവിടെ സൈഡിൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് റിമോട്ട് കൺട്രോളിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഫോണ് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദൂരെ എങ്ങോട്ടെങ്കിലും പോയി നിന്നിട്ട് ഒരു ഫുൾ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഇനി ആരെങ്കിലും പോയി വിളിച്ചു കഴിഞ്ഞാൽ അവർ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു റിമോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എവിടെ പോയി നിന്നാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തന്നെ സ്വയം ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ട്രൈപോഡാണ്. അപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് പ്ലസ് ട്രൈപോഡും കൂടെ ആണെന്നുള്ളതാണ്. അപ്പോൾ നല്ല 360 ഡിഗ്രി ആയിട്ട് നമുക്കിത് തിരിക്കാൻ വേണ്ടി പറ്റും. പോരാത്തതിന് നമുക്ക് ബെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ലൊരു സ്ക്രൂയിങ് സിസ്റ്റം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. കണ്ടോ, ഈ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, വീഡിയോ എടുത്തുതരാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ വെക്കാനുള്ള ഒരു സംഭവം തന്നെ എനിക്ക് പിടിച്ച് വലിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഈ ഒരു ട്രൈപോഡ് എങ്ങനെ വരണം എന്നുള്ളത് ആദ്യമായിട്ട് കാണുകയല്ലേ. ഞാൻ പൊട്ടിയോ അങ്ങനെയൊക്കെ വിചാരിച്ച് പോയി. പൊട്ടിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല സ്മൂത്താണ്, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നൊരു സെറ്റ് സാധനമാണ് കേട്ടോ അത്. അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ, അതായത് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് മുകളിലേക്ക് പൊന്തിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് എങ്ങനെയാണ് ഏതാണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടേണ്ടി വന്നു. ഞാൻ ആ ഒരു പാക്കിൽ നോക്കി അത് എങ്ങനെയാണ് പൊതിക്കുക എന്നുള്ളത്. കാരണം മുകളിലേക്ക് ആക്കുമ്പോഴാണല്ലോ ആ കമ്പി വരുന്നത്. പിന്നെ അത് കമ്പി വരുന്നത് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു കേട്ടോ, അതിൻ്റെ വലുപ്പം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ലൈറ്റ് ഫിറ്റിങ്ങും അതുപോലെ തന്നെ ചാർജറുണ്ട്. അതായത് ആ ലൈറ്റിൻ്റെ ചാർജറാണ് കേട്ടോ. അപ്പോൾ ഒരു ചാർജ് തീരുന്നതിനനുസരിച്ച് നമുക്കിത് ചാർജ് കയറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നെക്സ്റ്റ് വൺ. അപ്പം ഇത് വരുന്നത് 284 രൂപ, ആ ഒരു റേഞ്ചാണ് ഈ ഒരു ട്രൈപോഡിന് വരുന്നത്. അപ്പം രണ്ടിൻ്റെ വ്യത്യാസം ഒന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, അതിനേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ തന്നെ അതിൻ്റെ ഒരു പെട്ടിയും അതിനേക്കാൾ കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് തുറന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് 2 കൈ വന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഉള്ള ഞാൻ മുന്നേ ഓപ്പൺ ചെയ്തിട്ടുള്ള ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആ ട്രൈപോഡിൽ ഞാൻ എൻ്റെ ഫോൺ ഫിറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ലൈറ്റും, എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റും പ്ലസ് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റും കൂടെ ഓൺ ചെയ്തിട്ടാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രൈപോഡ് പ്ലസ് സെൽഫി സ്റ്റിക്ക് വരുന്നത് ഇതാണ്. നല്ലൊരു പാക്കിങ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി പാക്കിങ്. മറ്റേത് ഇഷ്ടമായില്ല എന്നല്ല, നല്ല അടിപൊളിയായിരുന്നു. രണ്ടിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ ആ ഒരു പെട്ടിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കയ്യിലേക്ക് വീണപ്പം മനസ്സിലാക്കിയത് അതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പം ഉണ്ടെന്നുള്ളതാണ്. പോരാത്തതിന് മറ്റേത് ലൈറ്റ് എക്സ്ട്രാ ആണ്, നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അഴിക്കാൻ വേണ്ടി പറ്റില്ല, അത് അവിടെ ഫിറ്റായി കിടക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, പക്ഷേ സ്ക്രൂ ഡിഫറെൻറ്റ് മോഡായിരുന്നു, അതായത് മോഡലായിരുന്നു. അത് കുറച്ചും കൂടെ തള്ളി നിൽക്കുന്ന, ഇത് അവിടെ തന്നെ ഉള്ളൊരു മോഡലായിരുന്നു. എനിക്ക് ആ സ്ക്രൂ ഇഷ്ടമായത് കുറച്ചും കൂടെ മറ്റേതിൻ്റെ സ്ക്രൂ ആണ് എനിക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ടും ഇഷ്ടമായതും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഫസ്റ്റ് വണ്ണിൻ്റെയാണ് എനിക്ക് ഒരു ഒരു കുറച്ചും കൂടെ ഒരു നല്ലത് തോന്നിയിട്ടുള്ള. പിന്നെ അത് എങ്ങനെ കളിച്ചിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടു, പക്ഷേ എന്നിട്ടും അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ മുകളിലുള്ള ആ ഒരു കമ്പി മുകളിലേക്ക് എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടത്. കാരണം ഞാൻ ഫസ്റ്റ് കാണുന്ന സെൽഫി സ്റ്റിക്ക് മറ്റേതായിരുന്നു. അത് പൊന്തുന്നതിനൊരു അതിരുണ്ടായിരുന്നു, പക്ഷേ ഇത് പൊന്തുന്നതിനൊരു അതിരില്ല. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഏറ്റവും വന്നിട്ടുള്ള ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 146 152 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു ഹൈറ്റ് തന്നെ ഈ ഒരു സെൽഫി സ്റ്റിക്കിനുണ്ടായിരുന്നു. അവസാനം ഞാനിത് താഴ്ത്തിയ ഒരു 3 ട്രൈപോഡിൻ്റെ ലെവല് നേരെയാക്കാൻ വേണ്ടി പഠിച്ചു കേട്ടോ. അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിനും സെയിം ആ ഒരു റിമോട്ട് കൺട്രോളിംഗ് ഉണ്ടായിരുന്നു. അത് ബ്ലൂടൂത്ത്, നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം ഇതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൽഫി സ്റ്റിക്ക് എന്ന് വരും. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. സിമ്പിൾ സ്റ്റെപ്പാണ്, വലിയ
ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ഇത് മൊത്തമായിട്ട് പൊന്തിച്ചതിൻ്റെതല്ല കേട്ടോ, കുറച്ച് പൊന്തിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ മൊത്തമായിട്ട് പൊന്തിച്ചിട്ട് ഞാൻ മറ്റേ സെൽഫി സ്റ്റിക്കും കൂടെ അടുത്ത് വെച്ചപ്പം രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു കുഞ്ഞി സെൽഫി സ്റ്റിക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വലിയ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത്. നോക്കൂ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും ഇതും അതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്.